ആപ്കി അദാലത്തിൽ സ്റ്റാർ ക്രിക്കറ്റർ മുഹമ്മദ് ഷമിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു കുഴിമടിയനാണ് എന്നുള്ളതാണ്. ഷമി, ഈ കുറ്റാരോപണം എന്റേതല്ല, വിരാട് കോഹ്ലിയുടേതാണ്. വിരാട് കോഹ്ലി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീമിലെ വലിയൊരു മടിയൻ ആരാണെന്ന് വെച്ചാൽ അത് മുഹമ്മദ് ഷമിയാണെന്ന്. മസാജ് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് പോവുകയാണെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് വരുമെന്ന്. നമ്മൾ ടെസ്റ്റ് മാച്ച് കളിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒരുപാട് ടയേർഡാവും. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം. മസാജ് ചെയ്യുന്ന സമയത്ത് അറിയാതെ ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോയിരിക്കാം. പക്ഷേ ഈ ലേസി എന്നുള്ള ടാഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കതിൽ വിഷമമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു പേര് എനിക്ക് എങ്ങനെ കിട്ടിയെന്നാ ചിന്തിക്കുന്നത്. ടഫസ്റ്റ് ആയിട്ടുള്ള ജോബാണ് എൻ്റേത്. വളരെ കൂടുതൽ ഓടുന്നത് ഞാനാണ്. എന്ത് സിറ്റുവേഷൻ വന്നാലും ഫാസ്റ്റ് ബോളറെയാണ് വിളിക്കാറ്. നിങ്ങൾ ഓഫ് ദ ഫീൽഡിന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഒരാൾ റിലാക്സ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിലെന്ത് തെറ്റാ ഉള്ളത്? അത് ഓഫ് ദ ഫീൽഡ് അല്ലേ? അദ്ദേഹം താങ്കളെ ലേസി എന്നല്ല ലാല എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ അർത്ഥം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് കുടവയറും ഇല്ലല്ലോ. ഞാൻ ജ്വല്ലറി ജോലിയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവരാണ് ഇരുന്ന് സമയം കളയുന്നത്. പക്ഷേ ഈ ലാല എന്നുള്ള പേര് എനിക്ക് എങ്ങനെയാ വന്നെന്ന് എനിക്കറിയില്ല. എങ്ങനെ കിട്ടിയോ ആവോ. പക്ഷേ ഒരാളെയാണ് എനിക്ക് സംശയമുള്ളത്. വിരാടാണ് ഇങ്ങനെ എല്ലാവർക്കും ഓരോരോ പേരൊക്കെ ഇടുന്നത്. എനിക്കും ഒരു വട്ടപ്പേരിട്ടു, ലാലാന്ന്. ഇങ്ങനെ ഇന്ത്യൻ ടീമിൽ കയറിയാൽ എല്ലാവർക്കും ഓരോ പേര് കിട്ടുമെന്ന് ഉറപ്പാണ്. നമ്മുടെ പേരും അതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. വിരാടിന് താങ്കളുടെ മേലൊരു പ്രത്യേക ഇഷ്ടം തന്നെയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കമന്റേറ്റർ താങ്കളോട് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്, ഒരു ഫോറിനർ. താങ്കൾ ഇംഗ്ലീഷിലാണ് ഉത്തരം നൽകിയത്, പക്ഷെ ബുദ്ധിപരമായിട്ട് ചിരിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് തോന്നിയത് ഞാൻ തുറന്നു പറഞ്ഞു. പക്ഷേ അതെ, അത് ന്യൂസിലൻഡിൽ വെച്ചാണ് നടന്നത്. മാൻ ഓഫ് ദ സീരീസിന് വേണ്ടി എന്നെ വിളിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു പോകാന്ന്. പക്ഷേ അവരുടെ ആക്സന്റ് കുറച്ച് വ്യത്യസ്തമാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. എന്നോട് ഒരു കാര്യം ചോദിക്കുന്നു, ഞാൻ വേറെന്തോ മറുപടി പറയുന്നു. എങ്ങനെയാണ് സംഭവിച്ചത്? എന്നെ വിളിച്ചോണ്ടുപോയി ഓരോ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എനിക്കറിയാവുന്ന പോലെയൊക്കെ സിമ്പിളായിട്ട് മറുപടി പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ചോദിച്ചു എന്നെ എന്തിനാ വിളിച്ചോണ്ട് വന്നേന്ന്. പക്ഷേ ആ കമന്റേറ്റർ താങ്കളോട് ഹിന്ദിയിൽ പറഞ്ഞു താങ്കൾ നന്നായിട്ടാണ് ഇംഗ്ലീഷ് സാർ, ഞാൻ സംസാരിക്കുന്നത്. ട്രൈ ചെയ്യും. പക്ഷേ എനിക്കിതിൽ നാണക്കേടൊന്നുമില്ല. നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓപ്പണായിട്ട് നമ്മൾ പറയണം. നമുക്ക് ഹിന്ദി തന്നെ സംസാരിക്കാം. നമ്മൾ പാകിസ്ഥാനികളൊന്നും അല്ലല്ലോ. അതായത് എന്തായാലും ഇംഗ്ലീഷ് അറിയുന്നോ ഇല്ലയോ, പക്ഷെ അറിയുന്നത് ഞാൻ സംസാരിക്കുന്നു. അതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല. അതാണ് ശരിക്കും കോമഡി ആയിട്ടുള്ളത്. അതായത് ബാബർ അസം എന്താണ് അതെ, സംസാരിക്കുന്നത് ആർക്കും അറിയില്ല. നമ്മൾ അങ്ങനെ ചെയ്ത് അത് വേറെ രീതിയിലുള്ളൊരു തമാശയായി മാറും. നമുക്ക് ഹിന്ദിയാണ് കംഫർട്ടബിൾ എന്ന് അറിയാവുന്നത് കൊണ്ട് ഇംഗ്ലീഷ് കംഫർട്ടബിൾ അല്ലെന്ന് നമ്മൾ ഓപ്പണായിട്ട് അവരോട് പറയണം. എനിക്ക് ഇതാണ് കംഫർട്ടബിൾ, ഞാൻ ഇതിലേ സംസാരിക്കുന്നു പറയണം. ഇതിൽ നാണക്കേടെന്തിരിക്കുന്നു? നമുക്കറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയണം. അതിലെന്താ തെറ്റുള്ളത്? തുറന്നു പറയുന്നതിൽ യാതൊരു തെറ്റില്ല. താങ്കൾ ഡെബ്യൂ ചെയ്തതിന് ശേഷം താങ്കൾ ആദ്യത്തെ മാച്ച് കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലുള്ളപ്പോൾ താങ്കളോട് സംസാരിക്കാൻ പറഞ്ഞ് സ്പീച്ച് കൊടുക്കാനാണ് പറഞ്ഞത്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. എന്താന്ന് വെച്ചാ എല്ലാ സ്റ്റാർസും എന്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. യുവിയാണെങ്കിൽ എന്നെ ചേറി പിടിച്ചിരുത്തി. ഇംഗ്ലീഷ് എനിക്കറിയില്ല. എല്ലാവരുടെയും ലാംഗ്വേജ് എനിക്കറിയില്ല. ഇതിനെല്ലാത്തിനുപരി ഞാൻ എല്ലാവരെയും നോക്കിയപ്പോൾ ഇവരെല്ലാവരെയും ഞാൻ TV-യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. മാച്ചിന് മുമ്പ് ഒരു മീറ്റിംഗ് ഉണ്ടാവും. അതിൽ നമ്മൾ സ്പീച്ച് ചെയ്യണം. അതിൽ നമ്മളെക്കുറിച്ച് പറയണം. എഴുന്നേറ്റിന്ന് ഞാൻ ചോദിച്ചു ഹിന്ദിയിൽ സംസാരിച്ച ഓക്കെ ആണോന്ന്. എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞു. വളരെ ബുദ്ധിമുട്ടിയൊരു 4 വാക്ക് പറഞ്ഞു. കാരണം അവരെയൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. വളരെ പ്രയാസപ്പെട്ട് എന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് എത്രത്തോളം അവരിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ പഠിക്കാനാണ് ശ്രമിക്കുന്നത്. ബാക്കിയൊക്കെ ഈശ്വരന്റെ കയ്യിലാണ്. ഇത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, വേറൊന്നും കിട്ടിയില്ല. പക്ഷേ ഒരു മൊമെന്റിൽ നോക്കിയാണെങ്കിൽ വിരാടിന്റെ കാര്യത്തിലായാലും ശരി, താങ്കളുടെ കാര്യത്തിലായാലും ശരി, ജനങ്ങൾ എപ്പോഴും ഓർത്തു വെക്കുന്ന ഒരു കാര്യമുണ്ട്. വേൾഡ് കപ്പ് ജയിച്ച സമയത്ത് താങ്കളുടെ മദർ വന്ന സമയത്ത് അദ്ദേഹം കാലിൽ പോയി വീണു അനുഗ്രഹം വാങ്ങാൻ. പലപ്പോഴും ഞാൻ മമ്മിയോട് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് വിരാടിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. വിരാട് എന്നോട് ചോദിക്കും എന്താ ആരാന്നൊക്കെ. ഞാൻ പറയും മമ്മിയാണ്. അപ്പോൾ എൻ്റെ അന്വേഷണം അറിയിക്കാൻ പറയും. ഫുഡ് അയച്ചില്ലേന്ന് ചോദിക്കും. ഒരിക്കൽ സ്പീക്കർ ഓണായിരുന്നു. മമ്മിയോട് സംസാരിച്ചുകൊണ്ട് ഞാൻ കഴിക്കുകയായിരുന്നു. മോന് മാത്രമേ കൊടുത്തയക്കുള്ളൂ, ഞങ്ങൾക്കൊന്നും കൊടുത്തയക്കില്ലെന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ സംസാരിക്കും. പക്ഷേ മമ്മി ഒരിക്കലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല.
കാരണം എൻ്റെ ഫാമിലി വളരെ റെയറായിട്ടേ മാച്ച് കാണാൻ വന്നിട്ടുള്ളൂ. അവർക്ക് അതിലൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 7-8 വർഷം കഴിഞ്ഞാണ് ആദ്യമായി മാച്ച് കാണാൻ വരുന്നത്. വന്ന് കാണാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുമായിരുന്നു. അങ്ങനെയാണ് അവർ വന്നത്. അത് ചാമ്പ്യൻസ് ട്രോഫിയുടെ സമയത്തായിരുന്നു. മമ്മി മാച്ച് കാണാൻ വന്നിരുന്നു. അമ്മ വന്നപ്പോൾ വിരാടും ഗ്രൗണ്ടിലേക്ക് വന്നിരുന്നു. അമ്മ എത്തിയ ഉടനെ ഞാൻ വിരാടിനോട് അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ കാണാൻ വന്നു. പിന്നെ താങ്കളുടെ മറ്റൊരു സുഹൃത്തു കൂടിയുണ്ട്, ഇഷാന്ത് ശർമ്മ. ഇഷാന്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഷമി മുഹമ്മദ് ഒരുപക്ഷേ ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആകണമെങ്കിൽ അദ്ദേഹത്തെ പബ്ജി കളിക്കാൻ വിട്ടാൽ മതി. അദ്ദേഹത്തിന് കഴിക്കാൻ മട്ടൻ നൽകുക, നല്ലി നിഹാരി നൽകി ഉറങ്ങാൻ അനുവദിച്ചാലും മതിയെന്ന്. സെയിം ഡിപ്പാർട്ട്മെന്റ് ജോബാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. എന്നിട്ടും അവൻ ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ഞങ്ങളുടെ ബോണ്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ശരിക്കും വേറെ ലെവലാണ്. ഞാൻ, ഇഷാന്ത്, പിന്നെ ഭുവനേശ്വർ, ഉമേഷ്, മോഹിത്, ഞങ്ങൾ എല്ലാവരും ഫാസ്റ്റ് ബൗളേഴ്സാണ്. വേറെ ലെവലിലായിരിക്കും. ബസ്സിലും പുറകിലേ ഞങ്ങളിരിക്കൂ. പക്ഷേ മുമ്പിലിരിക്കുന്നവർക്ക് ധൈര്യമുണ്ടാവില്ല കോച്ചിന്റെ പുറകിൽ വന്ന് സംസാരിക്കാൻ. ഞങ്ങൾ അത്രയ്ക്ക് നല്ലവരാ. ഞങ്ങൾ അങ്ങനെയാണ് സംസാരിക്കുക. അതായത് ഞങ്ങളുടെ ഈ ബോണ്ടിങ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പരസ്പര സ്നേഹം, ഞങ്ങൾ തമ്മിലുള്ള വിശ്വാസം, ഞങ്ങളുടെ ചെറിയ ചെറിയ വഴക്കുകൾ, ഇതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാണുന്നവർക്ക് വലിയ വഴക്കാണെന്നേ തോന്നും. അതുപോലെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കുക. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബോണ്ടിങ്, ആ ഒരു അടുപ്പം ഞാൻ വളരെ മിസ് ചെയ്യുന്നു. ഇഷാന്തിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം താങ്കൾ സംസാരിക്കുന്നത് പോലെ മിമിക്രി ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കില്ല. എൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കൂ. എനിക്ക് ചേഞ്ച് ആവുന്ന ഇഷ്ടമല്ല. പിന്നെ അതായത് ഇഷാൻ റിക്കവറിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് നിങ്ങളെന്താണ് പ്രതീക്ഷിക്കുക? നമുക്ക് ബെസ്റ്റ് ഫുഡ് വേണം, പിന്നെ നല്ല ഉറക്കം വേണം, റെസ്റ്റ് വേണം. ഗെയിമിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. അതിൽ ശരിക്കും എന്താ തെറ്റുള്ളത്? ഷമി, 2015 വേൾഡ് കപ്പിൽ താങ്കൾക്ക് പരിക്ക് പറ്റിയത് സത്യമാണോ? പരിക്കുണ്ടായിരുന്നു, സീരിയസ് ആയിട്ടുള്ള പരിക്കായിരുന്നു. താങ്കൾ കളിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ താങ്കൾ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടാണ് അന്നത്തെ കളിയെല്ലാം കളിച്ചത്. ഇതിൽ ഞങ്ങളുടെ ഓപ്പൺ ഡിസ്കഷൻ മഹീബ് ബ്രോയുടെ മുമ്പിൽ വെച്ചാണ് നടന്നത്. എൻ്റെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്ക് കോട്ട്ലേജ് ഓപ്പറേഷൻ നടന്നിരുന്നു. അതായത് മുട്ടിലെ എല്ലിൻ്റെ ജോയിൻസ് ഇല്ലേ, അതിൽ ഒരു ക്രാക്ക് വീണു. ഞാൻ ടെസ്റ്റ് സീരീസ് കഴിഞ്ഞ ഉടനെ തിരിച്ചു വരാനിരുന്നതായിരുന്നു. 4.5 മാസം ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പോൾ ഓപ്പൺലി ഡിസ്കഷൻ നടന്നിരുന്നു. ഇഷാന്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് കളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ തീർച്ചയായും വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് കളിക്കാൻ പറ്റും, പക്ഷേ ഈ കാൽമുട്ട് എനിക്ക് പണി തരുമെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അതായത് ഞാൻ ഗെയിം കളിക്കുന്ന സമയത്ത് ഞാൻ ഗെയിമിൽ നിന്നും ഒരിക്കലും പുറത്താകരുത്. അതുപോലെ എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്യണം. എൻ്റെ കളി മോശമായതുകൊണ്ട് ഒരിക്കലും കളി തോൽക്കാൻ പാടില്ല. അതായിരുന്നു എൻ്റെ മനസ്സിലെപ്പോഴും. ഈ കാര്യങ്ങളെല്ലാം വളരെ ഓപ്പണായിട്ട് സംസാരിച്ചിരുന്നു. ഡോക്ടറും എനിക്ക് ആത്മവിശ്വാസം തന്നു. അതായത് ഈ മുട്ട് ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. അതായത് പറഞ്ഞു കേട്ടിട്ടില്ലേ, ചില കാര്യങ്ങൾ 19-20 ശരിയാവും, ചില കാര്യങ്ങൾ 19-20 ശരിയാവില്ല. പക്ഷെ ഒരിക്കലും 20-25 എങ്കിൽ പിന്നെ ഞാൻ പെയിൻ കില്ലർ കഴിച്ചുകൊണ്ട് കളിക്കാന്ന് പറഞ്ഞു. പക്ഷേ ആ മാച്ചിന് മുമ്പ്, പ്രാക്ടീസ് മാച്ചിന് മുമ്പ് സിറ്റുവേഷൻ വളരെ ക്രിട്ടിക്കലായി. ഞങ്ങൾ പുറകിലേക്ക് നോക്കുമ്പോൾ വേൾഡ് കപ്പ് പോലെ പുറകിൽ ആരെയും കാണുന്നില്ല. ഞങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു. 4 മാസം കളിക്കുന്നയാൾക്ക് ഗ്രൗണ്ട് കണ്ടീഷൻ എന്താണെന്നറിയാം. അതിൽ ഒരാൾ പോയി, ഒരാൾ പരിക്ക് പറ്റിയിരിക്കുന്നു. സോ ഞാൻ ആ 7 മാച്ചിലും മെഡിസിൻ കഴിച്ചുകൊണ്ട്, അതായത് പെയിനോടുകൂടിയാണ് 2015 വേൾഡ് കപ്പ് കളിച്ചത്. അതായത് എൻ്റെ തുടയുടെ അതേ സൈസ് തന്നെയായിരുന്നു എൻ്റെ ഈ മുട്ടിനും. രണ്ടും ഒരുപോലെയായിരുന്നു. ഏകദേശം ഒരു 50 ml ഫ്ലൂയിഡ് വരും ഓരോ മാച്ചിലും. അപ്പോൾ മാച്ച് കഴിഞ്ഞയുടനെ ബസ് നേരെ ഹോട്ടലിലേക്ക് പോകും. ഞാൻ കാറിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും.
ഇഞ്ചക്ഷൻ എടുത്ത് നേരെ ഹോട്ടലിലേക്ക് വന്ന് റെസ്റ്റ് എടുക്കും. 4-ാമത്തെ ദിവസം ഗ്രൗണ്ടിൽ പോയി 5-ാമത്തെ ദിവസം മാച്ച് കളിക്കും. ഇതായിരുന്നു എൻ്റെ ഫുൾ ഷെഡ്യൂൾ. ഇതേ സാഹചര്യം തന്നെയാണ് അടുത്ത വേൾഡ് കപ്പിൽ സംഭവിച്ചത്. സർ, അല്ലെങ്കിൽ തന്നെ ഈ കാര്യത്തിൽ ഞാൻ വളരെ വിഷമിച്ചിരുന്നു. 4 mm പീസ് ഒടിഞ്ഞു പുറത്തു വന്നു. മസിലിൽ എവിടെയാണ് കുടുങ്ങിക്കിടന്നതെന്നറിയില്ല. അത് ശരിയാക്കി പതുക്കെ ബെറ്ററായി വരുമായിരുന്നു. അപ്പോഴേക്കും അടുത്ത വേൾഡ് കപ്പ് എത്തി. പിന്നെയും തുടങ്ങി. ബട്ട് 2023 വേൾഡ് കപ്പിൽ ദൈവത്തിൻ്റെ ദയവ് കൊണ്ടാണെന്ന് വേണം പറയാൻ. ഒരു വ്യക്തി തൻ്റെ പ്രൊഫഷണൽ മനസ്സുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ, അതായത് ഞാൻ വിചാരിച്ചത് ബോൾ ഞാൻ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ എൻ്റെ സ്റ്റൈലിൽ ആ ബാൾ പോകണം. ആ വേൾഡ് കപ്പിൽ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് ആ ബോൾ പോയത്. ഒരുപക്ഷേ അതിനെക്കുറിച്ചിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഫ്ലാറ്റ് വിക്കറ്റിൽ ബോൾ അനങ്ങാൻ പോലും പാടില്ല. അതുപോലെ മറ്റു ചില സമയങ്ങളിൽ ആ ബോൾ അനങ്ങണം, ആ ബോൾ പുറത്തു പോകണം, അകത്തേക്ക് വരണം. ഞാൻ എന്ത് വിചാരിച്ചോ അതുപോലെ, ഞാൻ എങ്ങനെയൊക്കെ ആവണമെന്ന് വിചാരിച്ചോ അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ അപ്പോഴും സെയിം സിറ്റുവേഷൻ. ഡേ 1 മുതൽ പെയിനോടുകൂടി കളിക്കുക, നംനസ് ഇഞ്ചക്ഷൻ എടുക്കുക. അതായത് എല്ലാവർക്കും വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്. അതിൽ പങ്കെടുക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണെന്നാണ് എല്ലാവരും കരുതുന്നത്. നമ്മുടെ കൺട്രിക്ക് വേണ്ടി വേൾഡ് കപ്പ് കളിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷേ എൻ്റെ ഡ്രീം എന്താന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എനിക്ക് ഒരു ചെറിയ കോൺട്രിബ്യൂഷനെങ്കിലും ചെയ്യണം. അതായത് വേൾഡ് കപ്പ് കളിക്കുന്ന സമയത്ത് ആ ഫീലിംഗിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ കഴിഞ്ഞില്ല. എനിക്കറിയായിരുന്നു ഏതെങ്കിലും ഒരു വിധത്തിൽ, അതായത് വേൾഡ് കപ്പ് പോലെയുള്ളൊരു മാച്ച് ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അതൊരിക്കലും വിട്ടുകളയരുതെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ എന്ത് ചെയ്യണം? ഒരു പക്ഷേ വേദനയിൽ, പെയിനിൽ ഇഞ്ചക്ഷൻ എടുത്ത് ഇത്ര ഡേഞ്ചറായിട്ട് കളിക്കുകയാണെങ്കിൽ, നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യും? സാർ, ഇപ്പോൾ ഉള്ള ഒരു മെച്യൂരിറ്റി ലെവൽ അന്നെനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ വിട്ടുകൊടുക്കില്ലായിരുന്നു. അന്ന് എന്ത് നടക്കുമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഇന്നത്തെക്കാളും അന്നെനിക്ക് കൂടുതൽ വേഗതയുണ്ടായിരുന്നു ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ. അപ്പോൾ സ്പീഡ് കുറച്ച് കൂടുതലായിരുന്നു. ബട്ട് സ്കില്ലില്ലായിരുന്നു. ആ സമയത്ത് ആ അവയർനെസ് ഇല്ല, ആ സ്മാർട്ട്നെസ് ഇല്ല. അതായത് ബോളിൽ അതെങ്ങനെ കാണിക്കുന്നതിനെക്കുറിച്ച്. വീണ്ടും അവിടെ തന്നെ ഞാൻ വന്ന് നിൽക്കും, തിരിച്ച് നാട്ടിലേക്ക് പോവും. കാരണം അതുപോലെയുള്ള സ്കിൽസ് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ അതുപോലെയുള്ള സ്കിൽസ് പറഞ്ഞു തരാനായി ആരും തന്നെ ഇല്ലായിരുന്നു. സ്കിൽസ് പ്യൂറിയനായി, അതായത് കോച്ചസ് പോലും ഇല്ല. സോ എല്ലാം കണ്ടും കേട്ടും പഠിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. താങ്കൾ എവിടെയാണ് പഠിക്കുന്നത്? വസീം അക്രം താങ്കളോട് പറഞ്ഞിരുന്നു താങ്കളുടെ റണ്ണപ്പ് കുറയ്ക്കണം, താങ്കൾ കൂടുതൽ ഹൈറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന്. അദ്ദേഹം പറഞ്ഞതൊക്കെ താങ്കൾ അനുസരിച്ചോ? അതായത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ ഷോർട്ട് റണ്ണപ്പൊക്കെ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. പറഞ്ഞു വന്നാൽ ഒരു ലെവലിനേക്കാൾ കൂടുതൽ നമ്മൾ ഷോർട്ടപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ആ ലോജിക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ അങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിനത് വർക്കൗട്ടായിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ സ്കില്ലിനത് സൂട്ടായിട്ടുണ്ടാവും. പക്ഷേ എന്റെ റണ്ണപ്പ് തുടക്കത്തിലും ഷോർട്ടായിട്ടില്ല, ഇപ്പോഴും ഷോർട്ടായിട്ടില്ല. ഞാൻ എപ്പോഴും സെയിം റണ്ണപ്പിലാണ് ഓടുന്നത്. ഞാൻ എപ്പോഴും സെയിം ഡിസ്റ്റൻസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈവൻ ഇന്ന് ഞാൻ ഓടുമ്പോൾ കൂടുതൽ ഫോഴ്സ് ചെയ്യും. അതുകൊണ്ട് ഇപ്പം ഞാൻ വളരെ കംഫർട്ടബിളായി ഫീൽ ചെയ്യുന്നു. അതായത് ഇഞ്ചുറിക്ക് മുമ്പിലുള്ള എൻ്റെ റണ്ണപ്പ്, എൻ്റെ ഇപ്പോഴത്തെ റണ്ണപ്പ് എല്ലാം ഞാൻ വളരെ കംഫർട്ടബിളായി ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം പറഞ്ഞത് കേൾക്കാതിരുന്നത്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് സൂട്ടായില്ല. താങ്കൾ അവിടെ ഡോക്ടർ പറഞ്ഞതും അനുസരിച്ചില്ല. ഡോക്ടർ താങ്കളോട് ഓപ്പറേഷന് ശേഷം ബോളിംഗ് മാത്രമല്ല നടക്കാൻ പോലും സാധിക്കില്ലെന്ന് പറഞ്ഞു. അതെ, അത് ഈ കാലിലാണ് നടന്നത് 2023 വേൾഡ് കപ്പിന് ശേഷം. ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് പോയത്. ഇതകത്ത് ഒടിയരുതെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഒടിഞ്ഞിരുന്നു. കൂടാതെ ലെഗ്മെന്റും ടയറായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് നോക്കാമെന്ന്. ഇഞ്ചക്ഷനിൽ തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞു. ചിലപ്പോൾ മസിൽസ് ഒന്നാവും. ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഓപ്പണപ്പ് ആവും. അതും ശരിയായില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂന്ന് പറഞ്ഞു. കാരണം എനിക്കും കഴിയില്ലായിരുന്നു, ആ വേദന സഹിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കാലത്ത് എഴുന്നേറ്റ് കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ബാത്റൂമിലേക്ക് പോകാൻ പോലും എനിക്ക് കഴിയില്ലായിരുന്നു. ഓപ്പറേഷൻ തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്ന ഒരു വഴി. ഡോക്ടറും ഓപ്പറേഷൻ ചെയ്തേ പറ്റൂന്ന് പറഞ്ഞു. എത്ര സമയമെടുക്കുമെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു
ഒരു ഒരു 1.5 മണിക്കൂറോളം വേണ്ടിവരും ഓപ്പറേഷൻ തിയേറ്ററിൽ. അത് കഴിഞ്ഞ ഉടനെ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. പിന്നെ അതായത് ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് പ്ലേയേഴ്സിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം. അദ്ദേഹം എനിക്ക് ഇവിടെയാണ് ഇഞ്ചക്ഷൻ എടുത്തത്, 30 സെക്കൻഡ്സിൽ നിങ്ങൾക്ക് ഉറക്കം വരുമെന്ന് പറഞ്ഞു. ഇവിടെ ഇഞ്ചക്ഷൻ എടുത്ത ഉടനെ ഇവിടെ വല്ലാത്ത തണുപ്പായിരുന്നു. എനിക്കപ്പോൾ പറയണമെന്നുണ്ടായിരുന്നു, സാറ് പറയുന്ന പോലെ എനിക്ക് ഉറക്കം വരില്ല എന്ന്. 3 എണ്ണുമ്പോഴേക്കും ഉറങ്ങിപ്പോയി. 3 എണ്ണുമ്പോഴേക്കും 3 സെക്കൻഡിനകം ഞാൻ ഉറങ്ങിപ്പോയി. ഓപ്പറേഷൻ കഴിഞ്ഞു കണ്ണു തുറന്നപ്പോൾ എല്ലാവരെയും എനിക്ക് മങ്ങലായിട്ടാണ് കണ്ടത്. ഞാൻ ഡോക്ടറാണ്, അറിയുന്നുണ്ടോയെന്ന് ചോദിച്ചു. കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. എത്ര ദിവസത്തിനകം എനിക്ക് ഗ്രൗണ്ടിലേക്ക് പോകാൻ കഴിയും? അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കാലിലേക്ക് നോക്കി. നിങ്ങൾക്ക് കളിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ നടക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ അത് വളരെ വലിയ കാര്യമാണ്. നിനക്കല്ലേ ഓപ്പറേഷൻ നടന്നത്, വേറെ ആർക്കും അല്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ കളിക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് ആരും ഇതുവരെ കളിച്ചിട്ടില്ലെന്ന്. ഗ്രൗണ്ടിൽ ഇറങ്ങിയവര് വളരെ കുറച്ചുപേർ മാത്രമാണെന്ന്. കളിക്കുന്നതിനെക്കുറിച്ചല്ല പറഞ്ഞത്, ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിനെ പറ്റിയാ പറഞ്ഞത്. പിന്നെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ശരിക്കും, നിങ്ങൾ ഇഞ്ചുറി ശരിയായി നിങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചാൽ ഞാൻ നിങ്ങളെ കാണാൻ ഇന്ത്യയിലേക്ക് വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു ധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് സാധിക്കും. കോടിക്കണക്കിന് ജനങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും താങ്കളോടൊപ്പം ഉണ്ട്. സാർ, അത് വളരെ വലിയ കാര്യമാണ്. എനിക്ക് മാത്രമല്ല, വേറെ ആർക്കാണെങ്കിലും, ഇതുപോലെ ഏതൊരു പ്രൊഫഷണലാണെങ്കിലും ശരി, നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ക്രൗഡിന്റെ സപ്പോർട്ട് നമുക്ക് വേണം, ആവശ്യമാണ്. അത് നമ്മളെ നല്ല രീതിയിൽ പമ്പപ്പ് ചെയ്യും. അത് തീർച്ചയായും വേണം, അത് നല്ലതാണ്. താങ്കൾ ചോദിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, താങ്കൾ ഒരുപാട് നാളുകളായി ഇഞ്ചുറിയിൽ നിന്ന് റിക്കവേർഡ് ആയിട്ട് വരികയാണ്. എന്റെ ചോദ്യം എന്താണെന്നാൽ, താങ്കൾ വീണ്ടും കളിക്കളത്തിൽ ഇറങ്ങാൻ ഇപ്പോ തയ്യാറാണോ അല്ലയോ? ഞാൻ ദിലീപ് ട്രോഫി കളിച്ചിട്ടല്ലേ വന്നത്, ഇനി എന്താ വേണ്ടത് മോനെ? ബട്ട് ഇഞ്ചുറിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിതിൽ വളരെ പാഷനേറ്റീവായിരിക്കണം. നമ്മൾക്ക് വീണ്ടും ഗ്രൗണ്ടിൽ ഇറങ്ങണമെന്നുള്ള ആഗ്രഹം വേണം. കാരണം കാട്ട്ലേജ് അല്ലെങ്കിൽ ലെഗ്മെന്റ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസാണ്. അപ്പോൾ നമ്മുടെ ഫോക്കസ്, പാഷൻ ഇതെല്ലാം വളരെ സ്ട്രോങ് ആയിരിക്കണം. അതുമാത്രമല്ല, എൻ്റെ ഫാമിലി, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുന്നവർ, അവരെല്ലാവരും ഈ ഒരു കാര്യത്തെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഷമി നിങ്ങളോട് പറയാത്തൊരു കാര്യം ഞാനിപ്പോൾ പറയാൻ പോവുകയാണ്. ഇപ്പോഴുള്ള മുഹമ്മദ് ഷമിയുടെ ഫിറ്റ്നസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ബെസ്റ്റ് ഫിറ്റ്നസ് ആണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ഫാറ്റ് ലോയസ്റ്റ് ആണ്. അത് വളരെ നാൾ കഷ്ടപ്പെട്ട് പിന്നീട് എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ലൂസായിട്ട് ഡ്രസ് ഇട്ടിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ അടുത്ത വേൾഡ് കപ്പിലും ഷമിയുടെ മാജിക് ഞങ്ങൾക്ക് കാണാനാകുമോ? ഞാൻ ആ മാജിക് കൊടുക്കാൻ എപ്പോഴും തയ്യാറാണ്, പക്ഷെ അവരെന്നെ ചേർക്കണ്ടേ. ബട്ട് ഹോപ്പ്ഫുള്ളി എനിക്കും ആഗ്രഹമുണ്ട്. എന്താന്ന് വെച്ചാ, ഞാനിതുവരെ കടന്നു വന്ന ക്രിക്കറ്റ് കാരിയറിൽ എൻ്റെ ഗോൾസ് എനിക്ക് ഇഞ്ചുറി ഇല്ലാതെ കളിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. വേൾഡ് കപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയാൽ അതൊരു വലിയ കാര്യമായിരിക്കും. ബാക്കിയെല്ലാം അവൻ്റെ കൈകളിലാണ്.